ഈ പറന്ന് വരുന്നതായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ കൂന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കൂൺ ഫാനൊന്നും അല്ല കേട്ടോ, എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഇന്നെന്തായാലും കൈ കിട്ടിയപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചേ. ഫാനല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും വലിയ ഐഡിയ അല്ല കേട്ടോ. ജഡ്ജിപ്പിനോട് ചോദിച്ചിട്ട് ഒരു റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. റോസ്റ്റിന് മുന്നിൽ നിൽക്കുന്ന സവോളയാണെങ്കിലും സവോള തൽക്കാലം കയ്യിലില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു ജഡ്ജിപ്പിനോട് ചോദിച്ചപ്പോഴാണ് ചെറിയുള്ളി എടുത്താൽ മതി തന്നെ. അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലോണം വഴന്ന് വരുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂനും കൂടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5, 6, 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇത് കുക്കായി കിട്ടും. വെള്ളമൊന്നും ചേർക്കേണ്ട. ഓൾറെഡി കൂലിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത് ശരിയാടോ. അത്യാവശ്യം നല്ലോണം വെള്ളം കൂലിൽ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ എന്തായാലും അത്യാവശ്യം വെള്ളം വറ്റിച്ചെടുത്തതാ ഈ ഒരു ഫ്രൈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത്രയും എഫർട്ട് എടുത്ത് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം എനിക്ക് ഇഷ്ടമായിട്ടും ഞാനും ഇപ്പോൾ കൂൺ ഫാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ.